അങ്ങനെ ആ തുറന്ന വീട് പോലെ തന്നെ തുറന്ന മനസ്സുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സും അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് നിലവ് എന്നൊരു സംഘടനയുടെ സാധിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. നിലവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പവർട്ടിയിലെ പാലിയേറ്റീവ് കെയർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ അവർക്ക് വളരെ ദാരിദ്ര്യത്തിലുള്ള ഒരു വീടൊന്ന് പുതുക്കി ചെറിയ രീതിയിൽ പുതുക്കി പണിയുന്നതിനുള്ള രീതിയിൽ നമ്മളെ സമീപിച്ചിരുന്നു. അപ്പോൾ അന്ന് അത് ചെയ്തതിൻ്റെ പേരിൽ അവർ നമുക്കൊരു പുരസ്കാരം പോലെ ഒരു സാഹചര്യമൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ടാർപ്പായകളുടെ കീഴിലൊക്കെ ആളുകൾ ജീവിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട്. നമ്മളൊരു തൊഴിലാളിയാണ്, കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കും അധികം പൈസ ചിലവാക്കിയിട്ടൊന്നും ഒരു വീട് ചെയ്തു കൊടുക്കാനൊന്നും സാധിക്കില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള സഹായങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ ടാർപ്പായ കീഴിൽ താമസിക്കുന്നവർ ചിലപ്പോൾ വീട് പണിയാനായിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്, പക്ഷേ പിന്നെ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ജീവിച്ചു പോവുക, പല ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് വീടുകൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഇത്തരം തൊഴിലെടുക്കുന്ന മേഖലയിലുള്ളത് വെൽഡർമാർ, അതേമാതിരി കാർപ്പൻറ്റർമാർ, അങ്ങനെ എല്ലാ മേഖലയിലും പെയിൻറ്റർമാർ, അങ്ങനെയുള്ള ആളുകൾ ഒത്തുചേർന്ന് നമ്മുടേതായൊരു രീതിയിൽ, അതായത് പൈസ ശമ്പളമായിട്ടൊന്നും കൈപ്പറ്റാതെ ഒഴിവു സമയങ്ങളിലും അതേമാതിരി മുടക്ക് ദിവസങ്ങൾ അല്ലെങ്കിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ മുടക്കെടുത്ത് തന്നെ പോയി ചില വർക്കുകൾ വീടുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വലിയ സംഭവമായിട്ടൊന്നുമല്ല, ഷീറ്റൊക്കെ ഇട്ട് ചെറിയ രീതിയിൽ കെട്ടി സൈഡ് മറച്ച് ഷീറ്റ് കൊണ്ട് തന്നെ സൈഡ് മറച്ച് വെൽഡിങ്ങും അതേമാതിരി കൽപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനെ ഒരുപാട് ഈ ചേലക്കര മേഖലയിൽ കുന്നംകുളത്തിൻ്റെ അപ്പുറത്ത് ചേലക്കര, പാലക്കാട് അവിടം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള വീടുകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മളധികം അങ്ങനെ പരസ്യമാക്കിയിട്ട് ചെയ്യാറില്ല. നമ്മുടെ സംഘടന കുറച്ച് പേരുണ്ട്, അവർ പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു 2 ദിവസം 3 ദിവസത്തെ വർക്ക് കൊണ്ട് തന്നെ ഫിനിഷ് ആകാവുന്ന രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വലിയൊരു സാമ്പത്തികം ഇറക്കി വലിയൊരു ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ഒരു ബുദ്ധിമുട്ട് ലഘൂകരിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ? അത്ര തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ വേറെ ഒന്നും മോഹിച്ചിട്ടല്ല. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കാനുള്ളൊരു ഇതില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യം, നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് ഉപയോഗിച്ച് അവരെ മാറ്റുക. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇത്തരം പല കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ട് നീങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിന് നൽകുന്ന ഒരു സംതൃപ്തിയുണ്ട്, അതാണ് ഏറ്റവും വലുത്. അത് അങ്ങനെ മുന്നോട്ട് പോകുന്നു.